അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തൻ്റെ പ്രഭാഷണത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത് നമ്മളാരുമല്ല, മറ്റു ചിലരുമാണ് എന്ന്. ഇത് കേട്ട ചിലർ അത്ഭുതപ്പെട്ടു. ആരായിരിക്കും അവര്? ചിലർ ആ വാക്കിനെ ഉപയോഗിച്ച് ട്രോളി, അത് തങ്ങളുടെ കോക്കസ് ആയിരിക്കും എന്നവർ ദ്വയാർത്ഥത്തിൽ പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. ഉള്ളും പുറവും അറിഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ പറഞ്ഞത് പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എന്നാൽ സമസ്തയോടൊപ്പം ഖൽബ് കൊണ്ട് നിന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ്. ആ സ്ഥാപനം നിലമ്പൂർ മണ്ഡലത്തിലെ ചന്തക്കുന്ന് സ്ഥിതി ചെയ്യുന്ന മർക്കസുൽ ഉലൂമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ കീഴിലുള്ള ജാമിയ ജൂനിയർ കോളേജാണത്. ആ സ്ഥാപനം സമസ്ത സത്യമായിരുന്നു എന്നും ഔലിയാക്കൾ ഇപ്പോഴും സമസ്തയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങളാപ്പ പറഞ്ഞത് സത്യമാണ് എന്നും വ്യക്തമാക്കുന്ന, നിലനിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന തെളിവാണ്. ആ സംഭവം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാൻ ഉലിയപ്പാപ്പ മഹാനവറുകളുടെ മുരീദായ മൊയ്തുപ്പ ഹാജി ചന്തക്കുന്ന് നിവാസിയാണ്. അദ്ദേഹം ഒരിക്കൽ സ്വപ്നം കാണുന്നു തൻ്റെ മുറബിയായ ഷെയ്ഖിനെ. ഷെയ്ഖ് സ്വപ്നത്തിൽ പറയുന്നു, ഒരേക്കറോളം വരുന്ന വിലപിടിപ്പുള്ള തൻ്റെ സമ്പത്ത്, ഭൂമി, അത് സമസ്ത കൊടുക്കണമെന്ന്. അത്ഭുതകരമായ, അസാധാരണമായ ആ സന്ദേശം കിട്ടിയപ്പോൾ അന്നത്തെ പള്ളിയിലെ ഖത്തീബായിരുന്ന ബഹുമാനപ്പെട്ട എടപ്പറ്റ അഹമ്മദ് കുട്ടി ഉസ്താദിനോട് ചെന്നു പറഞ്ഞു. ആ സംഭവം ഉസ്താദ് തന്നെ ഒന്ന് വിവരിക്കട്ടെ. മൊയ്തുപ്പ മുസ്ലിയാര് മീറാൻ വലി അവറുകളുടെ ഒരു മുരീദായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു മഹാനായിരുന്നു. ഞാൻ ചന്തക്കുന്നിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കാലയളവിൽ 2004 എന്നാണ് എൻ്റെ ഓർമ്മയുള്ളത്. ഒരിക്കൽ മൊയ്തുപ്പ മുസ്ലിയാർ പള്ളിയിൽ ഇശാന്റെ ശേഷം വന്നിട്ട് എന്നോട് ഒരു കാര്യം പറയുകയുണ്ടായി. സാറേ, ഞാൻ പ്രത്യേക ഒരു കാര്യം നിങ്ങളെ മുന്നിൽ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അത് എന്താണെന്ന് അറിയുമോ? ഞാൻ ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴുമായി ഞാൻ പല സ്വപ്നങ്ങളും കാണുന്ന കൂട്ടത്തിൽ എന്റെ ശൈഖായ മീറാൻ വലി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇന്നലെ സ്വപ്നത്തിൽ അയാൾ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ചന്തക്കുന്ന് വലിയ ജുമാഅത്ത് പള്ളിയുടെ മുകളിലുള്ള ഒരേക്കർ സ്ഥലം ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ കൊടുക്കണം എന്നാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ആ അഭിപ്രായം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കത് തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എനിക്കത് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ സമസ്തനെ ഏൽപ്പിക്കുന്നു എന്നുള്ള വിവരം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹം അത് നല്ല ഒരാഗ്രഹമാണ്, ഉദ്ദേശം നല്ലൊരു ഉദ്ദേശവുമാണ്, ലക്ഷ്യവും നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. ഭാര്യയുണ്ട്, മക്കളുണ്ട്. അത് മാത്രമല്ല, ചന്തക്കുന്നിൽ പ്രധാനപ്പെട്ട ഒരേക്കർ സ്ഥലം നിങ്ങൾ പെട്ടെന്നാണ്ട് ദാനമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മക്കളും അതുപോലെ ഭാര്യയും അതറിയണം, അവരുടെ പ്രീതി വേണം. അതൊന്നും കൂടി 2-3 ദിവസം കൂടി നിങ്ങളൊന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നും അയാള് സ്വപ്നത്തിൽ വലിയനെ കാണുകയും നിന്നോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇനിയും മടിച്ചു നിൽക്കുന്നോ എന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് വന്നതാണ്, ഇനി അത് കൊടുക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആദ്യമായി ഞാൻ പള്ളി കമ്മിറ്റിനെ ഒക്കെ ഒന്ന് സമീപിക്കട്ടെ, അവരോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കട്ടെ. പള്ളി മുത്തവല്ലി എന്ന് വാളപ്പറ മുഹമ്മദ് ഹാജിയാണ്. മൂപ്പരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ
കുഞ്ഞാപ്പ മാഷോട് പറഞ്ഞു. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പ്രയാസമാകും. അയാൾ പറഞ്ഞതുപോലെ സമസ്തയെ തന്നെ ആ കാര്യം ഏൽപ്പിക്കുന്നതിൽ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ വഴിക്ക് തന്നെ നീങ്ങണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ മെയ്തുപ്പ മൗലവിയെ വിളിച്ചിട്ട് നിങ്ങളെ ഭാര്യ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, മക്കള് സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ മൊയ്തുപ്പ മുസ്ലിയാർ അറിയാതെ തന്നെ സ്വന്തമായി സ്വകാര്യത്തിൽ ഭാര്യയോടും മക്കളോടും ഈ കാര്യം പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞ കാര്യം പൂർണ്ണമായി നൽകുന്നതിനും കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് സമ്മതമാണ്, വാപ്പയുടെ ഇഷ്ടം ഞങ്ങളെ ഇഷ്ടമെന്ന് മക്കൾ പറയുകയും ഭർത്താവിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാണെന്ന് ഭാര്യയും പറഞ്ഞതനുസരിച്ച് ഞാൻ കമ്മിറ്റിക്കാരോട് ഒന്നും കൂടി വരാൻ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് മർഹൂം മാനുമുസ്ലിയാരുടെ വീട്ടിൽ ചെന്നു. മാനുമുസ്ലിയാരുടെ വീട്ടിൽ ചെന്നപ്പോൾ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാരും പുത്തരയും മൊയ്തീൻ മുസ്ലിയാരും കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പാണക്കാട്ടേക്ക് ഞാനും വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാരും മർഹൂം മാനുമുസ്ലിയാരും ഒക്കെപ്പാടെ ഞങ്ങൾ പാണക്കാട് ചെന്നുകയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർഖദ രാത്രി 10 മണിക്ക് അവിടെ എത്തുമ്പോൾ തങ്ങൾ എന്തോ പരിപാടി കഴിഞ്ഞ് വന്നതാണ്. തങ്ങൾ അല്പം ഒന്ന് കടന്നിട്ടുണ്ട്. രാത്രി 11 മണി വരെ ഞങ്ങൾ കാത്തിരുന്നപ്പോൾ ഞങ്ങൾ വന്നതറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാനുമുസ്ലിയാർ ഈ വിവരങ്ങളൊക്കെ അവിടെ പറയുകയും മൊയ്തുട്ടി മൗലവി കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ സമസ്തക്ക് കൊടുക്കാനുള്ള എല്ലാ പ്രഖ്യാപനവും മൊയ്തുപ്പ മൗലവി സ്വപ്നം കണ്ടതും സമസ്തക്ക് കൊടുക്കാൻ മടിച്ചു നിൽക്കണ്ട, കൊടുക്കുമെന്ന് വീണ്ടും വീണ്ടും സ്വപ്നത്തിൽ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ വിവരങ്ങളൊക്കെ മൊയ്തുപ്പ മൗലവി വിവരം അറിയിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ദ്വാർക്കുകയും സമസ്തക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തതനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സസന്തോഷം പിരിഞ്ഞു പോരുകയും മൊയ്തുപ്പ മൗലവി അത് സമസ്തയെ ഏൽപ്പിക്കുകയും മർഹൂം മീറാൽ വലി തങ്ങൾ പാപ്പയുടെ ഒരു സ്മരണ എന്നുള്ള നിലക്കും ആ സ്ഥാപനം ഉയർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുകയും ഞാൻ പരസ്യമായി പള്ളിയിൽ നിന്ന് ജുമാക്ക് ശേഷം പറയുകയും അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ഇന്ന് വരെ യാതൊരു കോട്ടവും ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുമില്ലാതെ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അത് നടക്കുകയും അതിനർഹമായ പ്രതിഫലം മൊയ്തുപ്പ മൗലവിക്ക് അല്ലാഹു തആല നൽകുകയും ചെയ്യട്ടെ. ഇത് എന്റെ അനുഭവമാണ് എന്ന് ഞാൻ ഈ സംഘടന മുന്നിൽ വിവരിക്കുന്നു. അൽഹംദുലില്ലാഹ് വീണ്ടും വീണ്ടും ഇതുപോലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അല്ലാഹു അവസരം നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ. സമസ്തയെ സ്നേഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ കെൽപ്പും കഴിവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സിലായല്ലോ? ആ കാര്യങ്ങൾ കൃത്യമായി ഉസ്താദ് അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം, അന്നത്തെ ഉസ്താദുമാരും അന്നത്തെ നേതാക്കന്മാരും സമസ്തയോടുള്ള മഹബത്തും ആ സമസ്തയോടുള്ള സ്നേഹവും അവരുടെ വാക്കിനാൽ, എഴുത്തിനാൽ, നിലപാടിനാൽ എങ്ങനെ വ്യക്തമാക്കി എന്നാണ്. സ്ഥാപനത്തിന്റെ ആധാരത്തിൽ ഇങ്ങനെ കാണാം. ആരുടെ പേരിലാണ് വഖഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറയുടെ കീഘടകമായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കേന്ദ്ര കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ജില്ലാ ട്രഷറർ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, സംഘത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി KT മാനു മുസ്ലിയാർ, ഇവരുടെ പേരിൽ എഴുതി കൊടുക്കുന്ന വഖഫാധാരം അഥവാ സമസ്തയുടെ ഔദ്യോഗിക ഭാരവാഹി ആയി എന്നതിന്റെ പേരിൽ മാത്രം ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളുടെയും KT മാനു മുസ്ലിയാരുടെയും പേരിൽ സ്ഥാപനത്തെ രജിസ്റ്റർ ചെയ്യുന്നു. ആ സ്ഥാപനം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം?
ഞങ്ങളുടെ പരലോക ഗുണത്തിന് വേണ്ടി 1. 2. ഞങ്ങളുടെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന് ബീരാൻ ഔലിയപ്പാപ്പ അവരുടെ സ്വപ്ന നിർദ്ദേശപ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം, അനാഥ അഗതി മന്ദിരം തുടങ്ങി മുസ്ലിം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാനും ആയതിന്റെ നടത്തിപ്പിന് വേണ്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലമ്പൂർ താലൂക്ക് ഘടകത്തിന്റെയും സമസ്തയുടെ ഘടകത്തിന്റെയും താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുവാനും മുസ്ലിം മതപരവും ധർമാർത്ഥപരവുമായ വിഷയങ്ങൾക്ക് വേണ്ടിയും മർഹൂം മീറാൻ ഔലിയ ഉപ്പാപ്പ നഗർ എന്ന പേരിൽ നിലമ്പൂർ താലൂക്ക് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുവാനും കാലാകാലങ്ങളിലും മേൽപ്പറഞ്ഞ പേരിലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കും വേണ്ടി നിലനിർത്തി പോരുവാനും വേണ്ടി 2 ലക്ഷം ഉറുപ്പിക മാർക്കറ്റ് വില ഉള്ളതുമായ പട്ടികവഹകൾ ഇതിനാൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇതിനാൽ വഖഫ് ചെയ്ത് കൊടുക്കുന്നു. മനോഹരമല്ലേ പദപ്രയോഗങ്ങൾ? ഇനി കമ്മിറ്റി എങ്ങാനും ഇതിൽ നിന്ന് പിന്മാറി അഥവാ സമസ്തയുടെ ആശയം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, അതല്ലെങ്കിൽ സമസ്തയുടെ ആശയങ്ങൾ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾ കമ്മിറ്റിയിൽ വന്നു, സമസ്ത ഉദ്ദേശിക്കുന്ന ആശയം നടപ്പിലാക്കാൻ കമ്മിറ്റി തയ്യാറാക്കുന്നില്ല, പിൽക്കാലത്ത് എന്നെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം? മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾക്ക് വിപരീതമായി നിലമ്പൂർ താലൂക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കമ്മിറ്റി പ്രവർത്തിക്കുകയോ മറ്റു ഇതര വിഭാഗങ്ങൾ മേൽപ്പറഞ്ഞ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ മേൽപ്പറഞ്ഞ കമ്മിറ്റി ഇല്ലാതാകുകയോ മറ്റു യാതൊരുവിധ വിഭാഗങ്ങളുടെ ഇടപെടലുകളും ഉണ്ടാവുകയോ ചെയ്തതായി ബോധ്യപ്പെട്ടാൽ അന്നേ ദിവസം മുതൽ പട്ടികവഹകളുടെ സമസ്ത അധികാര അവകാശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയുടെ കമ്മിറ്റിയിൽ പരിപൂർണമായും ലയിച്ചിരിക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാനും വേണ്ടി മാത്രമാണ് ഇത് എന്നർത്ഥം. ബഹുമാനപ്പെട്ട നിലവിലെ കമ്മിറ്റി വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത സ്ഥാപനത്തിലെ കുട്ടികൾ മികച്ച വിദ്യാർത്ഥികളായി മാറുന്നുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ വിജയിക്കുന്ന കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. മുദരിസുമാരുണ്ട്, പ്രഭാഷകരുണ്ട്, പ്രവർത്തകരുണ്ട്. വലിയ തോതിൽ കമ്മിറ്റി എല്ലാ സമയങ്ങളിലും ജാഗ്രതയോടുകൂടെ ഈ സ്ഥാപനത്തെ നോക്കിക്കണ്ട് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ ഒന്നും അറിയാതെ ഒന്നും പറയാറില്ല. ഉള്ളു അറിഞ്ഞ ഒരു മനുഷ്യനെ പുറത്തു നോക്കി പറയുമ്പോൾ ഉള്ളു അറിയാത്ത ആളുകൾ ഒരു പക്ഷെ പരിഹസിച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഇതേപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എങ്ങനെ സമസ്തയെ കൊച്ചാക്കാൻ കഴിയും? എങ്ങനെയാണ് സമസ്തയോട് വിമുഖത കാണിക്കാൻ കഴിയുക? എങ്ങനെയാണ് സമസ്തക്ക് മെജോറിറ്റി കിട്ടുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഇകഴ്ത്താൻ കഴിയുക? എങ്ങനെയാണ് സമസ്തയോടുകൂടെ മറ്റു പലതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയുക? സമസ്തക്ക് വ്യക്തമായ അസ്തിത്വമുണ്ട്, സമസ്തക്ക് വ്യക്തമായ നിലപാടുണ്ട്, സമസ്തക്ക് വ്യക്തമായ രാജപാതയുണ്ട്, സമസ്തക്ക് ലക്ഷോപലക്ഷം പ്രവർത്തകരുണ്ട്. അതിലുപരി ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്തു പോകുന്ന ബഹുമാനപ്പെട്ട ഔലിയാക്കൾ സമസ്തക്ക് കവചമൊരുക്കിക്കൊണ്ടിരിക്കുന്നു. വർത്തമാനകാലം ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ സമസ്തയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങൾ മുഴുവനും കാണുമ്പോൾ സമസ്ത എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനയല്ല, അത് ഔലിയാക്കളുടെ കൂട്ടായ്മ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഇതിനെ വേറെ രൂപത്തിൽ ചിത്രീകരിക്കേണ്ടതില്ല. ഇത് ബോധ്യമായ വ്യക്തമായ ഒരു ചരിത്രമാണ്, ഒരു വസ്തുതയാണ്. കേരളക്കരയിൽ നിന്നല്ല, ലോകത്ത് ഇതുപോലെ ഒരു സ്ഥാപനം കാണിച്ചു തരാൻ കഴിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ഒരു മഹാൻ തൻ്റെ ശിഷ്യനോട് വന്നുകൊണ്ട് പറയുന്നു, തൻ്റെ വിലപിടിപ്പുള്ള സ്വത്ത് അത് ബഹുമാനപ്പെട്ട സമസ്ത കൊടുക്കണം. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം പറഞ്ഞതും സമസ്ത കൊടുക്കണം, സമസ്തക്ക് കൊടുക്കണം, സമസ്ത കൊടുക്കണം എന്നാണ്. ഈമാനിന്റെ കണിക ഉള്ളവർക്ക് സമസ്തക്ക് ശക്തി പകരാൻ ഇതിലപ്പുറം എന്തു വേണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു
ഗൗരവമായ വിഷയമുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചതുപോലെ സമസ്തയെ കുത്തിയാൽ ഏത് വമ്പന്റെയും കൊമ്പൊടിയും, ഏത് വമ്പന്റെയും കൊമ്പൊടിയും. ഇത് ഗൗരവമുള്ള വാക്കാണ്. ഈ വാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കണം, ഉള്ളു നമ്മൾ അറിയണം, അറിഞ്ഞവരോട് കൂടെ ചേരണം. അപ്പോൾ അമ്പങ്ങുന്ന് വീരാന ഉലിയപ്പാപ്പയെ പോലെയുള്ള മഹത്തുക്കൾ ഇനിയും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. വഴിവെളിച്ചമാകും, വഴിവിളക്കാകും, കൈപിടിക്കാൻ അവർ ഉണ്ടാകും. അങ്ങനെ സിറാത്ത് പാലം കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖായിലേക്ക് നമുക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മർക്കസുൽ ഉലൂം അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ അള്ളാഹു സംരക്ഷിക്കട്ടെ. അതിനോട് കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, പഠിതാക്കൾ, അനുബന്ധമായ സഹായികൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട അമ്പങ്ങുന്ന ഔലിയപ്പാപ്പാന്റെ പ്രത്യേകമായ നോട്ടവും മദതും നസ്റും നെളുറും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.